ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ മുൻപിൽ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. 7th ഡേ ആണ് വരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം: തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം ഏത് പേരിൽ അറിയപ്പെടുന്നു? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അവകാശം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, നിഷേധ വോട്ട്. നിഷേധ വോട്ടാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെന്ന് തോന്നിയാൽ അവരെ നിഷേധിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം. അടുത്തത്: ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആര്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. ആൻസർ ഓപ്ഷൻ ഡി, ദീപക് സന്ധു. ദീപക് സന്ധു ആണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം ഏത്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ, 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് 2005-ലാണ്. അടുത്തത്: ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, 10 വർഷത്തിലൊരിക്കൽ. ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് 10 വർഷത്തിലൊരിക്കലാണ്. അടുത്തത്: മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ നേതാവ് ആര്? മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ നേതാവ്. ആൻസർ ഓപ്ഷൻ ബി, നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയാണ് മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ നേതാവ്. അടുത്തത്: ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയ വർഷം ഏത്? ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയ വർഷമാണ്. ആൻസർ ഓപ്ഷൻ ഡി, 2012. അടുത്തത്: കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം ഏത്? കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം. ആൻസർ ഓപ്ഷൻ എ, റഷ്യ. റഷ്യയാണ് കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം. അടുത്തത്: ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ സി, അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത്. അടുത്തത്: ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. ആൻസർ ഓപ്ഷൻ ഡി, ശുക്രൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. അടുത്തത്: വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ച്? ആൻസർ ഓപ്ഷൻ സി, 86-ാം ഭേദഗതി. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയ ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നത് 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്തത്: 1000 ദ്വീപുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത്? 1000 ദ്വീപുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയാണ് 1000 ദ്വീപുകളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: ലോകബാങ്കിൻ്റെ ആസ്ഥാനം എവിടെ? ലോകബാങ്കിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, വാഷിങ്ടൺ. ലോകബാങ്കിൻ്റെ ആസ്ഥാനം വരുന്നത് വാഷിങ്ടൺ ആണ്. അടുത്തത്: ശാന്തി നികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ശാന്തി നികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ശാന്തി നികേതൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്: ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ്. ആൻസർ ഓപ്ഷൻ ഡി, മഹാനദി. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. അടുത്തത്: ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം ഏത്? ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം. ആൻസർ ഓപ്ഷൻ ഡി, മംഗൾയാൻ. ചൊവ്വ ദൗത്യം എന്നറിയപ്പെടുന്നത് മംഗൾയാനാണ്. ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ എ, പ്രതിഭ പാട്ടീൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് പ്രതിഭ പാട്ടീലാണ്. അടുത്തത്: ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ളത് ഏത് സംസ്ഥാനം? ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ളത് സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ളത്. അടുത്തത്: സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര? സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. ആൻസർ ഓപ്ഷൻ സി, 65 വയസ്സ്. 65 വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? സംസ്ഥാനത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് പി സതീദേവിയാണ്. നിലവിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് പി സതീദേവി. അടുത്തത്: ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ.
ആൻസർ ഓപ്ഷൻ എ സർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. അടുത്തത് ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ്. ആൻസർ ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡാണ് ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ്. അടുത്തത് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏത്? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക. ആൻസർ ഓപ്ഷൻ സി ആറ്റമാണ്. അതായത് ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്നത് ആറ്റമാണ്. ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്നത് ആറ്റമാണ്. അതായത് രാസപരമായ ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്നത് ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്നത് തന്മാത്രയാണ്. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്നത് തന്മാത്രയും ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്നത് ആറ്റവുമാണ്. അടുത്തത് ദോലന ചലനത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ദോലന ചലനത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനമാണ് ദോലന ചലനത്തിന് ഉദാഹരണം. അടുത്തത് ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജ്ജത്തിൻ്റെ അളവാണ്? ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജ്ജത്തിൻ്റെ അളവാണ്? ആൻസർ ഓപ്ഷൻ എ ഗതികോർജ്ജം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിലെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ്. അടുത്തത് വായുവിലൂടെ പ്രകാശത്തിൻ്റെ വേഗത എത്ര? വായുവിലൂടെ പ്രകാശത്തിൻ്റെ വേഗത. ആൻസർ ഓപ്ഷൻ എ 3×10⁸ മീറ്റർ/സെക്കൻഡാണ്. വായുവിലൂടെ പ്രകാശത്തിൻ്റെ വേഗത എന്നറിയപ്പെടുന്നത് 3×10⁸ മീറ്റർ/സെക്കൻഡാണ്. അടുത്തത് ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ആൻസർ ഓപ്ഷൻ ബി ചാലനം. ചാലനം വഴിയാണ് ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അടുത്തത് ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് എന്ത്? ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ്. ആൻസർ ഓപ്ഷൻ സി നെഗറ്റീവ്. ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജാണ് നെഗറ്റീവ് ചാർജ്. അടുത്തത് സ്ഥിതി വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സ്ഥിതി വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ ഡി ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പാണ് സ്ഥിതി വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഉപ്പിൻ്റെ രാസനാമം എന്ത്? ഉപ്പിൻ്റെ രാസനാമം. ആൻസർ ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. NaCl പ്രതീകം വരുന്നത്. സോഡിയം ക്ലോറൈഡാണ് ഉപ്പിൻ്റെ രാസനാമം. അടുത്തത് ഒരു സസ്യകളിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് ഏത്? ഒരു സസ്യങ്ങളിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതി ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചറാണ് ഒരു സസ്യകലയിൽ നിന്ന്, അതായത് സെല്ലിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് സ്കർവി എന്ന രോഗമുണ്ടാക്കുന്നത് ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലമാണ്? സ്കർവി എന്ന രോഗമുണ്ടാകുന്നത് ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലമാണ്? ആൻസർ ഓപ്ഷൻ ബി ജീവകം സി. സ്കർവി എന്ന രോഗമുണ്ടാക്കുന്നത് വിറ്റാമിൻ സിയുടെ അല്ലെങ്കിൽ ജീവകം സിയുടെ കുറവ് മൂലമാണ്. അടുത്തത് കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് ഡാഷ്. കൊതുക് പരത്തുന്ന ഒരു രോഗം ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ എ മന്ത്. മന്ത് എന്ന് പറയുന്നത് ക്യൂലക്സ് കൊതുക് പരത്തുന്നതാണ്. അടുത്തത് ഒരു കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രം ഏതാണ്? ഒരു കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രം. ആൻസർ ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയാണ് കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ഏത്? സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം. ആൻസർ ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി, ജീവകം ഡി. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജീവകം ഡി ആണ് വരുന്നത്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. അടുത്തത് ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏത്? ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി. ആൻസർ ഓപ്ഷൻ എ സസ്യങ്ങൾ. സസ്യങ്ങളാണ് ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എന്നറിയപ്പെടുന്നത്. അടുത്തത് ജലദോഷത്തിന് കാരണമായ രോഗാണു ഏത്? ജലദോഷത്തിന് കാരണമായ രോഗാണു. ആൻസർ ഓപ്ഷൻ ബി വൈറസ്. വൈറസാണ് ജലദോഷത്തിന് കാരണമായ രോഗാണു എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗം ഏത്? മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗം. ആൻസർ ഓപ്ഷൻ സി കോളറ. കോളറയാണ് മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെല്ലാം പകരുന്ന രോഗമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ആൻസർ ഓപ്ഷൻ എ ജീവകം കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. നമുക്ക് രക്തം കട്ടപിടിക്കാനില്ല, അപ്പോൾ ജീവകം കെ എന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കർവിൻ്റെ കാര്യം പറഞ്ഞത് സ്കർവി സി ആണ് അല്ലേ, ജീവകം സി. അപ്പോൾ അതും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഓർണിത്തോളജി ഏതിനം ശാസ്ത്രശാഖയാണ്?
ഓർണിത്തോളജി ഏതിനും ശാസ്ത്രശാഖയാണ്? ആൻസർ ഓപ്ഷൻ സി, പക്ഷികളെക്കുറിച്ചുള്ള പഠനം. പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓർണിത്തോളജി എന്നാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 80 ചോദ്യങ്ങളാണ്. അതായത് 2 ക്ലാസ്സുകളിലായിട്ട് 80 ചോദ്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി വീണ്ടും കാണാം.